നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്പെക്ട്രത്തെക്കുറിച്ചാണ്. ഒരു റേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ്, ഫീലിങ്സ് എന്നിവയെക്കുറിച്ചാണ്. എന്തിനെ ബേസ് ചെയ്താണ് ഈ സ്പെക്ട്രം പറയാൻ പോകുന്നത്? ഇത് അവനവനെ ബേസ് ചെയ്താണ്. വേണമെങ്കിൽ നമുക്കിതിനെ അൺഒഫീഷ്യലി ദ സെൽഫ് സ്പെക്ട്രം എന്ന് വിളിക്കാം. ഈ സെൽഫ് സ്പെക്ട്രത്തിന് ഒരു നടുക്കുള്ള ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ളൊരു വിൻഡോ ഉണ്ട്. പിന്നെ ആ വിൻഡോയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള അത്രയ്ക്കൊരു ഡിസൈറബിൾ അല്ലാത്ത, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഭാഗങ്ങളുണ്ട് രണ്ട് വശത്തും. ഓക്കെ, ദ മിഡിൽ പാത്തും ഉണ്ട്. രണ്ട് വശത്തും അത്ര ഡിസൈറബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്കൊരു ലീനിയർ ആയിട്ടുള്ളൊരു വരയായിട്ട് പരിഗണിക്കാം. അതിൻ്റെ നടുഭാഗത്തുള്ളതാണ് ഡിസൈറബിൾ പാർട്ട്. അപ്പോൾ ഞാൻ ആദ്യം ലെഫ്റ്റിൽ നിന്ന്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ 0 to 100 സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 40 to 60 ആണ് ഡിസൈറബിൾ പാർട്ട് എന്ന് വിചാരിക്കാം. ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒബ്ജക്റ്റീവ് ചെയ്ത് പറയുന്നത്. ലെസ് ദാൻ 40 എന്നുള്ളത് ആ താഴ്ഭാഗത്ത് വരുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ 0 to 40 വരുന്ന ഭാഗങ്ങളെക്കുറിച്ച് പറയാം. ഫസ്റ്റ് ഈസ് സെൽഫ് നോൺ റെക്കഗ്നിഷൻ, അവനവനെ അംഗീകരിക്കാതിരിക്കുക. സെൽഫ് നോൺ അപ്രീസിയേഷൻ ആൻഡ് സെൽഫ് നെഗ്ലക്റ്റ്. 3 കാര്യങ്ങൾ ചേർത്ത് പറയാം. സെൽഫ് നോൺ റെക്കഗ്നിഷൻ, സെൽഫ് നോൺ അപ്രീസിയേഷൻ ആൻഡ് സെൽഫ് നെഗ്ലക്റ്റ്. അവനവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അവനവനെ അംഗീകരിക്കാതിരിക്കുക, അവനവനെ നിരാകരിക്കുക, അവനവനെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അവനവനെ ഒട്ടും പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ഇതിൽ വരാം. ഇതൊക്കെ എന്താ പറയുക, ഓവർലാപ്പിംഗ് സോൺസ് ആണ്. നോട്ട് ഫിക്സ്ഡ് ആയിട്ട് ഒരു പോയിന്റ് തീരുകയും അടുത്ത് തുടങ്ങുകയും അങ്ങനെയല്ല കേട്ടോ. പറയുമ്പോൾ തിരിച്ചു പറയുന്നു എന്നുള്ളതുള്ളൂ. ഇവിടെ സെൽഫ് ഡിപ്രക്കേഷൻ, അവനവനെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളതും ഇതിൽ പെടുത്താം. പിന്നെ സെൽഫ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് പറയാറുണ്ട്. ചില കോണ്ടെക്സ്റ്റുകളിൽ അത് നല്ലതാണേനും, പക്ഷേ അത് എല്ലായ്പ്പോഴും ഒരു യൂണിവേഴ്സലി നല്ലൊരു സ്വഭാവമായിട്ട് എടുക്കാൻ പറ്റില്ല. നിസ്വാർത്ഥത എന്നുള്ള അർത്ഥത്തിൽ സെൽഫ്ലെസ്നെസ് ഉപയോഗിക്കാറുണ്ട്. ചില കേസുകളിൽ റെഡിയാണ്, ശരിയാണ്, വേണേനും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവനവനെ ഇഗ്നോർ ചെയ്യുമ്പോൾ, അവനവനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് എ നോൺ ഡിസൈറബിൾ പോയിന്റ്, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ബുക്ക്. ഓക്കെ, പിന്നെ മറ്റുള്ളവരെ പരിഗണിക്കാൻ നമ്മളെ നിരാകരിക്കണം എന്നുള്ളത് കാലങ്ങളായിട്ട് പല രീതികളിൽ നമ്മുടെ മനസ്സിൽ റീൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലുമില്ല. അവനവനെ അംഗീകരിക്കുകയും അവനവനെ സ്നേഹിക്കുകയും അവനവനെ മനസ്സിലാക്കുകയും അവനവനെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ നന്നായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വയം ഒരു പ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രകാശം പടർത്താൻ കഴിയുകയുള്ളൂ. ഒരു കത്തുന്ന വിളക്കിന് മാത്രമാണ് ബാക്കി സ്ഥലങ്ങളിലേക്ക്, ബാക്കി വിളക്കുകൾക്കോ അല്ലെങ്കിൽ ബാക്കി ഇരുട്ടിൽ വെളിച്ചം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സ്വയം പ്രകാശിക്കണം. ഈ സ്വയം പ്രകാശിക്കുന്നതിനെ നമുക്ക് ഈ സെൽഫ് അപ്രീസിയേഷൻ, സെൽഫ് അക്നോളജ്മെൻറ്റ്, സെൽഫ് ലവ് തുടങ്ങിയ ഭാഗങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ സെൽഫ്ലെസ്നെസ്, സെൽഫ് ഡിപ്രക്കേഷൻ, സെൽഫ് നോൺ റെക്കഗ്നിഷൻ, സെൽഫ് നോൺ അപ്രീസിയേഷൻ ആൻഡ് സെൽഫ് നെഗ്ലക്റ്റ് എന്നുള്ള 5 പോയിന്റ്സിനെ നമുക്ക് ഇതിൻ്റെ ഒരു 0 to 40 റേഞ്ചിൽ വരുന്ന ലെഫ്റ്റ് ഓഫ് ദ മിഡിൽ പാത്തിൽ വരുന്ന നോൺ ഡിസൈറബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ദ മിഡിൽ പാത്ത്, ദ ഡിസൈറബിൾ പാർട്ട്, ഇവിടെയാണ് സെൽഫ് ലവ്, സെൽഫ് കെയർ, പിന്നെ ഒബ്വിയസ്ലി സെൽഫ് അക്നോളജ്മെൻറ്റ്, സെൽഫ് റെക്കഗ്നിഷൻ ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. സെൽഫ് ലവ്, അവനവനെ സ്നേഹിക്കണം. ഇന്ന് താങ്ക്സ് ഇത് കൂടുതലായിട്ട് ഈ ഐഡിയ ആളുകൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ ആശയത്തിന് കൂടുതൽ പ്രാമുഖ്യം വരുന്നുണ്ട്. നല്ല കാര്യം. സെൽഫ് ലവ് എന്നുള്ളതൊരു മോശം കാര്യമല്ല. ആസ് ലോങ് ആസ് ഇറ്റ് ഡസൻ ക്രോസ് ദ ബോർഡർ, ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻസ് ഇൻക്ലൂസീവ്, ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻസ് ഗ്രൗണ്ടഡ്, അതൊരു മോശം കാര്യമല്ലെന്ന് മാത്രമല്ല വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണെന്ന് ആളുകൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ചേഞ്ച്. സോ സെൽഫ് ലവ്, സെൽഫ് കെയർ, ഇതെല്ലാം ഒന്നിനോടനുബന്ധിച്ച് അടുത്തത് വരുന്നതാണ്. ഇഫ് ദർ ഈസ് സെൽഫ് ലവ് ദെൻ there will definitely be സെൽഫ് കെയർ. പിന്നെ സെൽഫ് അക്നോളജ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ സെൽഫ് നോൺ അക്നോളജ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൽഫ് അക്നോളജ്മെൻറ്റ്, സെൽഫ് റെക്കഗ്നിഷൻ, സെൽഫ് റെസ്പോൺസിബിലിറ്റി. ആ സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള പ്രധാനമാണ്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഉത്തരവാദിത്തം. നമ്മളെ ശാരീരികമോ മാനസികമോ ഭൗതികവുമായി ഇടിച്ച് താഴ്ത്താതിരിക്കുക, നമ്മളെ അംഗീകരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ സെൽഫ് റെസ്പോൺസിബിലിറ്റിയിൽ വരും. ഞാൻ എന്നെ പരിഗണിക്കണം, അതൊരു തെറ്റല്ല. ഞാൻ എന്നെ മാത്രം പരിഗണിക്കുന്നത് തെറ്റാണ്, പക്ഷേ ഞാൻ എന്നെ പരിഗണിക്കുന്നത് തെറ്റല്ല. ഞാൻ എന്നെ പരിഗണിച്ചില്ലെങ്കിൽ ലോകത്ത് പിന്നെ ആരാണ് എന്നെ പരിഗണിക്കാൻ പോകുന്നത്? അല്ലേ? നമ്മളെങ്കിലും ഉറപ്പായിട്ടും നമ്മളെ പരിഗണിക്കുമെന്ന് നമുക്ക് ഷുവർട്ടിയുള്ള ഒരേ ഒരാൾ ഈ ലോകത്ത് ചിലപ്പോൾ നമ്മളായിരിക്കാം. ബാക്കി ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഏതവസ്ഥയിലും നമ്മളോടൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും ഈ ലോകത്ത് വേണം. അത് നമ്മൾ തന്നെ ആയിരിക്കണം. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ലക്കിയാണ്, ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. പക്ഷേ എല്ലാവർക്കും പുറമെ അങ്ങനെ ഒരാളില്ലാത്തവർക്ക് പോലും സ്വയം അങ്ങനെ ഒരാളായി മാറാൻ പറ്റും. യു ക്യാൻ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് യുവർ സെൽഫ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റാൻഡ് വിത്ത് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കണമെന്നോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ.
ബുദ്ധിമുട്ടുകളിൽ സ്റ്റാൻഡ് ചെയ്യുക, ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതേസമയം ഈ ഒപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതും ഈ ഒപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ വാക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ളത് എടുത്തു പറയും. ഓക്കെ, സോ ദാറ്റ്സ് എ മിഡിൽ പാത്ത്. ഒന്നുകൂടി പറയാം: സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് അക്നോളജ്മെന്റ്, സെൽഫ് റെക്കഗ്നീഷൻ, സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഇനി ഇതിൻ്റെ ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള സ്പെക്ട്രം വേണമെങ്കിൽ 60 to 100 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ സ്കോറിംഗ് റേറ്റിൽ. അവിടെയാണ് സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയർ ആൻഡ് സെൽഫിഷ്നെസ് വരുന്നത്. ഇവിടെ നമ്മൾ ആ സെൽഫ് ലവ് എന്നുള്ളത് ഓവർഡൂ ചെയ്തിട്ട് നമ്മളെ മാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ചിന്താഗതി വരുന്നു. ഈ ലോകം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കറങ്ങുന്ന എൻ്റെ ചുറ്റുമാണ്, ഞാനുണ്ടെങ്കിലേ ബാക്കിയുള്ളവരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്താഗതി. ഇതൊരിക്കലും ഹെൽത്തി അല്ല. ഇത് ബോർഡർ ലൈൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലേക്കൊക്കെ പലപ്പോഴും പോവുകയും അതോറിറ്റേറിയൻ ബിഹേവിയർ ഉണ്ടാക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോ സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയർ ആൻഡ് ഓവർ സെൽഫ് ഈഗോ ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, ഈ സെൽഫ് ലവ് എന്നുള്ളതും നേരത്തെ പറഞ്ഞ നടുവിലെ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അധികമായി അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അധികമായിട്ട് ഈ സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയറിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് കാര്യവും അധികമായ പ്രശ്നമാണ്. പിന്നെ ഒബ്വിയസ്ലി സെൽഫിഷ്നെസ്, സ്വാർത്ഥത. സെൽഫ് ലവും സെൽഫിഷ്നെസ് തമ്മിലുള്ള വ്യത്യാസം: സെൽഫ് ലവിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെയും ബാക്കി ലോകത്തെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ സെൽഫിഷ്നെസ്സിൽ, സ്വാർത്ഥതയിൽ നമ്മൾ നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ മാത്രം സ്നേഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഇത് ഒഴിവാക്കേണ്ടതാണ്, സെൽഫ് സെൻറ്റേർഡ്നെസ് ആൻഡ് സെൽഫിഷ്നെസ്. സോ ഈ സ്പെക്ട്രത്തിൽ ഇടത്തും വലത്തുമുള്ള ലോവർ ആൻഡ് അപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ 0 to 40, 60 to 100 ആയിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുകയും നടുക്കുള്ള ഭാഗത്തുള്ള കാര്യങ്ങൾ നിലനിർത്തുകയും അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും പോസിറ്റീവ്ലി റീൻഫോഴ്സ് ചെയ്യുകയും ചെയ്യേണ്ടത് നല്ലൊരു പേഴ്സണാലിറ്റി നിലനിർത്താൻ ആവശ്യമാണ്. ഇതിനെല്ലാം ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇതിനെല്ലാം ആദ്യമായിട്ട് വേണ്ടത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, ബേസിക് നോളജ്, ദെൻ ഇൻട്രോസ്പെക്ഷൻ, ഓണസ്റ്റ് ഇൻട്രോസ്പെക്ഷൻ. സ്വയം സമയം കൊടുക്കുക, സ്വയം ഉള്ളിലേക്ക് നോക്കുക, ബാക്കിയുള്ളവരിലേക്ക് നോക്കാൻ അധികം നിൽക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മൾക്കിതിൽ ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മളിതിൻ്റെ ലോവർ സ്പെക്ട്രത്തിലോ ഹയർ സ്പെക്ട്രത്തിലേക്കോ പോകുന്നുണ്ടോ, നമ്മളിതിൽ എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണെങ്കിലും ടുവേർഡ്സ് ദ സെൻട്രൽ പാത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിതിൽ സെൽഫ് ഡിപ്രിക്കേഷനെയും സെൽഫ് നോൺ റെക്കഗ്നിഷനെയും ഭാഗത്താണ് എറർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളെ മുന്നോട്ട് വലിച്ച് നടുഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്, സെൽഫ് ലവിലേക്ക്. നേരെ മറിച്ച് നമ്മൾ സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയർ ഈ ഒരു ആസ്പെക്റ്റിലാണ്, ഈ ഒരു ഭാഗത്താണ് നമ്മൾ എറർ ചെയ്യുന്നതെങ്കിൽ നമ്മളെ താഴോട്ട് വലിച്ച് മിഡിൽ പാത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഈ സെൽഫ് സ്പെക്ട്രത്തെക്കുറിച്ച് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കുക, ചിന്തിക്കുക, കോൺഷ്യസ് ആയിട്ട് മാറ്റങ്ങൾ വരുത്തുക. മനുഷ്യൻ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ട ഒരു ജീവിയാണ്. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള മാതിരി എപ്പോഴും ജീവിക്കേണ്ടതല്ല. ചില സമയങ്ങളിൽ അങ്ങനെ വേണ്ടി വരും. പക്ഷെ നമ്മൾ ബേസിക്കലി കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുകയും ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് അങ്ങനെ നീങ്ങുകയും ചെയ്യേണ്ട ഒരു മനുഷ്യനാണ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ചിന്തിക്കുക, വിലയിരുത്തുക, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. താങ്ക് യു.